അപ്പൊ അങ്ങനെ ഇവനപ്പോ വെറുതെ വീട്ടില് വെറുതെ ഇരിക്കുന്നു. 3 വർഷമൊക്കെ വെറുതെ വീട്ടിലിരുന്നുണ്ട്. ആണോ? പുറത്തൊന്നും പോവാണ്ട്. ബൈക്ക് ആ റൂം അത് അതായിരുന്നു. പുറത്തേക്ക് അധികം ഇറക്കൂല. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. മോനെ നനങ്ങില്ല വീട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നുള്ള ഒരു മൈൻഡായിട്ട് ഞാനും നിർത്തി. അങ്ങനെ നിർത്തിയതാണ്. നല്ലോണം ജോലി ചെയ്തോണ്ടിരുന്ന എന്റെ ജോലി കളയാൻ വേണ്ടിട്ട് ആളോട് വന്നു. അപ്പൊ നിങ്ങള് പ്രണയം തുടങ്ങിയപ്പോ കിൻഡർ ഹോസ്പിറ്റലിൽ അപ്പൊ ജിഷ്ണു പോയപ്പോ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു പ്രണയം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. പേഴ്സണൽ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങി. അപ്പൊ ഒരു ബോണ്ടായി. അപ്പൊ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയി, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, സോൾമേറ്റ് ആയി. എന്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും ഞാൻ വരട്ടെ, എനിക്ക് കഴിഞ്ഞോ, ഡ്യൂട്ടി കഴിഞ്ഞോ, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ ഡെയിലി വന്നു. പിന്നെ എനിക്ക് റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തന്നു. ഭയങ്കര കെയർ ആയിട്ടായി. ഐ ലവ് യു എന്ന് എപ്പോഴാ പറഞ്ഞേ? ഇങ്ങനെ ഫ്രണ്ട് വഴിയാണ് കണക്ട് ആയത്. അപ്പൊ ഇങ്ങനെ കുറെ സംസാരിച്ചപ്പോ ഞാനിങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേന് എന്നെ ആളെന്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ എന്തായാലും നിന്റെ ലൈഫ് സെറ്റ് ആക്കിയിട്ടേ ഞാൻ എങ്ങോട്ടാണെങ്കിലും ഞാൻ പോവുള്ളൂ എന്ന് എന്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞപ്പം ജിഷ്ണുവിന് അപ്പൊ തന്നെ ഇഷ്ടം തോന്നിയായിരുന്നു ഉള്ളില്? ആ സമയത്ത് ഇഷ്ടമല്ല, നമുക്ക് ആളുടെ അടുത്തൊരു റെസ്പെക്ട് വരില്ലേ. ഇങ്ങനെ ഇരുന്നിട്ടും അവള് കഷ്ടപ്പെടുന്നുണ്ടല്ലോ വീട്ടുകാർക്ക് വേണ്ടി. ഈ ക്യാൻറ്റീനിലൊക്കെ പോയി നിന്ന് വീട്ടു ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഒരു ദിവസം 200 രൂപ, അത് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ 200 രൂപ ഞങ്ങൾ രണ്ടുപേരും കൂടെ പപ്പാതി എടുക്കും. അങ്ങനെ ആ വീട്ടില് കുറച്ച് നാള് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടി ഭയങ്കര മോശമായിരുന്നു. അവളുടെ പീരിയഡ്സിന്റെ ഒക്കെ പാൻറ്റീസ് നമ്മുടെ തരുമായിരുന്നു കഴുകാനായിട്ട്. അവരുടെ ഇന്നറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറ്. അവര് നമുക്ക് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും പറ്റിച്ചിട്ടേ ഉള്ളൂ ഇന്നേ വരെ ഗേൾസ്. അപ്പൊ ഞാൻ ശനിയും ഞായറും ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ആമ്പിള്ളേരില്ലേ, ഇവന്മാരെന്നെ ഇങ്ങനെ എന്നും സ്റ്റാൻഡിൽ കാണും. ഇവന്മാര് ക്ലാസ്സിൽ പോയിട്ട് ഇവന്മാര് വീമ്പളക്കി ഞാനിങ്ങനെ വേറെ രീതിക്ക് നടന്നിട്ടാണ് സ്കൂളിലേക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നതെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി. ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചിറക്കി നടക്കുക, ഞാൻ ഭയങ്കര മോശമായിട്ട്. അവൾ അങ്ങനെയാണ്, അവൾ കുറെ ചെറുക്കന്മാരുടെ കൂടെ കണ്ടു. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ പോയി പറയും. അവർക്കൊന്നും അറിയില്ല. അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പൈസ കിട്ടി. പിന്നെ അവിടെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. കാരണം എനിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേനും ജോലിക്ക് ചേർത്ത ആൾക്കാർ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇവർക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ വൈകി കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻ കഴിക്കണ്ടാണല്ലോ. അപ്പൊ അവരെ ചീത്ത കേൾക്കും. എല്ലാവരും ഫുഡൊക്കെ എടുത്ത് മോന്തക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പേഷ്യൻസോ? പിന്നെ ചൂട് ഓട്സ് നന്നായിട്ട് ചൂടായിട്ടാ കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തെ നേഴ്സുമാര് കൊടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് തണുത്തു പോയി. അപ്പൊ എന്നെ വിളിച്ചിട്ട് റൂമിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും കതവ് തുറന്ന ഇവരൊറ്റ ഒഴിയാ, ഇത് നക്കി നോക്കി ഇതിന് ചൂടുണ്ടോന്ന്. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് റിലേഷൻഷിപ്പ് ആയിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ട ടൈമിന് പറയണ്ടേ, എനിക്ക് ആളെ പറ്റി അറിയില്ല, അവൾ അങ്ങനെ നടന്ന ആളാ, അവളെ ഇങ്ങനെ നടന്ന ആളാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവ നല്ല പറയാം, അവളെ ഇങ്ങനെ നടന്ന ആളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒന്നും പറഞ്ഞിട്ടല്ലേ എനിക്ക് അവളെ മനസ്സിലാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ തൃശ്ശൂരും പത്തനംതിട്ടയും എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, എത്ര വർഷം മുമ്പ് കണ്ടുമുട്ടി, ഒരു ലവ് സ്റ്റോറി ഒന്ന് പറഞ്ഞേ. ഇപ്പൊ എത്ര വയസ്സിന്റെ ഉണ്ടാക്കും? എപ്പോഴാണ് പ്രണയം തുടങ്ങിയത്? എനിക്കിപ്പോ 23 വയസ്സായി. 23. എനിക്ക് 24. അപ്പൊ ഓരോ വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? കുട്ടി പറഞ്ഞു. അതെ, കുട്ടി കുറെ നേരമായി അടങ്ങിയിരിക്കുന്നത്. ഞങ്ങള് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവള്. അപ്പൊ അവളിങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ വന്നപ്പോ ഇവിടെ വന്നതാ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എറണാകുളത്ത്? നമ്മുടെ പറവൂര്. അപ്പൊ അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങള് കമ്പനിയായി. പിന്നെ ജസ്റ്റ് ഫ്രണ്ട്സ്. എത്ര നാള് മുമ്പാണ് ഇത്? 4 വർഷം മുന്നേ. 4 വർഷം മുമ്പ്. ഇപ്പൊ 4 വർഷമായി നിങ്ങൾ പ്രണയം തുടങ്ങിയിട്ട്. അപ്പൊ കണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലോസ് ആയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഇവിടെ ആദ്യം എറണാകുളത്ത് കിൻഡർ ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ വന്നപ്പോ എന്നെയും വിളിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ജോലി ചെയ്ത് തുടങ്ങി. എന്നിട്ട് പിന്നെ അവിടെ വെച്ചാണ് കൂടുതൽ കണക്ട് ആയത്. പിന്നെ ഇവള് അവിടെ ഹോസ്റ്റലിലായിരുന്നു, ഞാനും ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ അത്യാവശ്യം ഫസ്റ്റ് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞിട്ടാണ് കിൻഡറിൽ വർക്ക് ചെയ്യാൻ കയറിയത്. ഫ്രണ്ട്സ് ആയി കുറെ കഴിഞ്ഞിട്ടാണ് കിൻഡറിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കിൻഡറിൽ എന്തായിരുന്നു പഠിച്ചൊക്കെ? എന്തായിരുന്നു? ഞാൻ ലാബാ പഠിച്ചത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇവനപ്പോ വെറുതെ വീട്ടില്
വെറുതെ ഇരിക്കും. ഞാൻ ചുമ്മാ ഇവൻ 3 വർഷമൊക്കെ വെറുതെ വീട്ടിലിരുന്നുണ്ട്, ആണോ? പുറത്തൊന്നും പോവാണ്ട്. 2 വർഷം. 2 വർഷം. അയ്യോ അതെന്തായിരുന്നു? അത് ഒന്നുമില്ല, ഇവൻ ഭയങ്കര ഹോം സിക്ക് ആയിട്ടുള്ള ഒരാളാ. ആണോ? വീട്ടിൽ എനിക്ക് പുറത്തിറങ്ങിയില്ല. വീട്, ബൈക്ക്, ആ റൂം, അത് അതായിരുന്നു. പുറത്തേക്ക് അധികം ഇറക്കൂല. പിന്നെ വണ്ടി എടുത്ത് ഈ വണ്ടിയും പണിയണ അങ്ങനത്തെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നമ്മളൊരു ഗ്യാരേജ് ഉണ്ട് അവിടെ ഇരിഞ്ഞാലവിടെ, ഞാൻ അവിടെയൊക്കെ ജോലിക്ക് പോലെ നിന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആയതുകൊണ്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ആരാ അനിയൻ അനിയത്തി അങ്ങനെ ആരാ? അനിയത്തിണ്ട്. അനിയത്തി. അപ്പൊ 2 വർഷമൊക്കെ പോകാണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ പറഞ്ഞിട്ടില്ല? കൊറേ പറയും ആരോട് ചുമരനോട് അടിച്ച് തിരിച്ച്. നീ ആ വണ്ടി വേണത് അവിടെ തന്നെ ഇരുന്നോളാം പറയും. അപ്പൊ കിൻഡർ ഹോസ്പിറ്റലിൽ വിളിച്ചത് അപ്പൊ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു വരില്ല, കാരണം 2 വർഷമൊക്കെ ഇരുന്ന ആളല്ലേ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര അത്ഭുതമായി, ഇവരെന്താ പറ്റിയെന്നുള്ള ഇതായി. അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, മോനെ നനങ്ങില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാ. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇവന് എന്തായാലും 2 ദിവസം കഴിയുമ്പോ എന്തായാലും വരാം, ഒന്ന് നോക്കണ്ടെന്ന്. അന്ന് 1 മാസം നിന്നൂലേ, കറക്റ്റ് അവന് 1 മാസം നിന്നു. അവിടെ എന്തായിരുന്നു ജോലി? കിൻഡർ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനില് പേഷ്യൻസിന് ഫുഡ് സെർവ് ചെയ്യുന്ന ജോലിയാണ്. ശരിക്കും ഞാനവിടെ നന്നായിട്ട് നിന്നോണ്ട് പോയതാ. ആൾക്ക് ജോലി വാങ്ങി കൊടുത്തു. ഇപ്പം പോയി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര നിക്കാരു മടിയായി. അയ്യോ അവൻ പോയല്ലോ, ഇനി എങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നുള്ളൊരു മൈൻഡായിട്ട് ഞാനും നിർത്തി. അങ്ങനെ നിർത്തിയതാണ്. നല്ലോണം ജോലി ചെയ്തോണ്ടിരുന്ന എന്റെ ജോലി കളയാൻ വേണ്ടിട്ട് ആളോട് വന്നു. എന്നിട്ട് പിന്നെ കസിന്റെ വീട്ടിലല്ലേ, പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ട്, അവരുടെ വീട്ടിലൂടെ ചേരാനല്ലൂര്. അവിടെ നിന്നിട്ട് 1 മാസത്തോളം അവിടെ തന്നെയായിരുന്നു. വേറെ ജോലികൾ അന്വേഷിച്ച് എന്നിട്ട് അവിടെ തന്നെ നിന്ന്. പിന്നെ ഇവര് വഴി നമുക്ക് രാജഗിരിയിൽ കിട്ടി. പിന്നെ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒരുമിച്ച് നിക്കണം എന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായില്ല. പിന്നെ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി, ബ്രോക്കർ വഴി ഇവിടെ എത്തി. പിന്നെ ചുണങ്ങമ്പേലി ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പിന്നെ ഇവിടെ എങ്ങനെയായി. അപ്പൊ നിങ്ങള് പ്രണയം തുടങ്ങിയപ്പോ കിൻഡർ ഹോസ്പിറ്റലിൽ അപ്പൊ ജിഷ്ണു പോയപ്പോ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലുള്ളിൽ ഒരു പ്രണയം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. പിന്നെ ആള് തൃശ്ശൂരിന്ന് കാണാനൊക്കെ വന്നു. കാരണം ആകെ ഉണ്ടായിരുന്ന ആളാണല്ലോ. അന്നേരം തുറന്നു പറഞ്ഞിട്ടില്ല ഇഷ്ടമൊന്നും. സംഭവം ഇവളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങി. അപ്പൊ ഒരു ബോണ്ടായി. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സ് ആയി, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, സോൾമേറ്റ് ആയി. ബെസ്റ്റ് ഫ്രണ്ട് ആയപ്പോ തന്നെ എനിക്ക് ആളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരാൾ, ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആള് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പൊ പിന്നെ അപ്പു മാത്രം മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരുമായിട്ട് അത്ര മിംഗ്ലിംഗ് ഇല്ല പുറത്ത്. അതുകൊണ്ടാണോ ഇഷ്ടപ്പെട്ടത്? പിന്നെ എന്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ വരട്ടെ, നിനക്ക് കഴിഞ്ഞോ, ഡ്യൂട്ടി കഴിഞ്ഞോ, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ ഡെയിലി വന്നു. പിന്നെ എനിക്കിവിടെ എറണാകുളം അങ്ങനെ വലിയ പരിചയമില്ല. അങ്ങനെ എന്നെ പുറത്ത് കൊണ്ടുപോയി. പിന്നെ എനിക്ക് റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തന്നു. ഭയങ്കര കെയർ ആയിട്ടായി. അങ്ങനെ നമ്മുടെ ലൈഫിൽ കിട്ടാതെ പോയൊരു സാധനം ജിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കിട്ടി. കെയർ, സ്നേഹം, അതുപോലെ തന്നെ എല്ലാം വാങ്ങിത്തരും. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യണം കണ്ടപ്പോ എനിക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനല്ലാണ്ട്. പിന്നെ സിറ്റുവേഷനിൽ എനിക്ക് ഇവളെ കുറച്ചും കൂടി തോന്നിയത്, ഇവളുടെ വണ്ടി ഇവിടെ വെച്ച് കംപ്ലൈന്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് എടുത്ത് ശരിയാക്കിട്ട്, ഇവൾക്ക് ഇവിടെ വണ്ടിയുടെ ആവശ്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വണ്ടി കൊണ്ടുവെക്കണം പറഞ്ഞു, ആ റെഡ് വണ്ടി. അപ്പൊ ഞാൻ എടുക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ വണ്ടിയുടെ ടയർ പഞ്ചറായി, ECU പോയി. കറക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് കേറിയത്. ഇന്റർവ്യൂവിന് വന്ന് കിൻഡർ ഹോസ്പിറ്റലിന്റെ ആ ഗേറ്റ് കഴിഞ്ഞത് വണ്ടി ഓഫ് ആയി പോയി. ഞാൻ പിന്നെ അത് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടി. അപ്പൊ തന്നെ ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഞാൻ ലഗേജ് ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടി ഇങ്ങനെ കംപ്ലൈന്റ് ആണ്, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കോ എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കണത് ഒരു 5 മണി സമയത്ത് ഞാൻ അവിടെ വന്നിട്ട് ഇത് ശരിയാക്കി അപ്പൊ തന്നെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവര് പറഞ്ഞത് ഷോറൂമിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഷോറൂം ആണെങ്കിൽ അവര് ഷോറൂമിൽ കൊണ്ടുപോയപ്പോ 2 ദിവസം പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോവാനായിട്ട് അറിയൂല, ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ ട്രെയിന് പോകാൻ അറിയില്ല, ബസ്സിന് പോകാൻ ഒരു പേടി. അപ്പൊ ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം അവര് നോക്കിയിട്ട് റെഡിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ്, അന്ന് വെച്ചാൽ ഒരു ദിവസത്തെ കാര്യല്ലേ, അത് ഇവിടെ എവിടെയെങ്കിലും ഞാൻ തങ്ങി നിന്നോളാന്ന് പറഞ്ഞു, ഉറക്കൊളിച്ചോ അങ്ങനെ എന്തെങ്കിലും നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് അത് വേണ്ടാന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് കാരണം നിക്കില്ല, റൂം എടുത്ത് എന്തായാലും നിൽക്കാനുള്ള ഇതില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലായിടത്തും പോയി റോട്ടിൽ എവിടെ സൈഡിലൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട ഞാനും വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ മറൈൻ ഡ്രൈവ് പോയി. വെളുപ്പിന് അതും മറൈൻ ഡ്രൈവ് പോയത് നമ്മുടെ
നടന്ന് കിൻഡർ ഹോസ്പിറ്റലിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെ നടന്നു. നടന്നു പോയി. എന്നിട്ട് അവിടെ എത്തി നോക്കുമ്പോ കാലിന്റെ അടിയിലൊക്കെ പോളം. കാരണം അന്ന് എനിക്ക് ജോലി ഫസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു. ഇല്ലായിരുന്നു, ഇവൻ തന്നെ എനിക്ക് തന്നത് ഡ്രസ്സ് വാങ്ങിക്കാനും ഷൂവിനൊക്കെ ആയിട്ട്. അവിടെ ഹോസ്പിറ്റലിൽ കയറണമെങ്കിൽ കുറച്ച് പൈസ അത്യാവശ്യമാവും. അപ്പൊ പൈസ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇനി എന്താ ചെയ്യാ. അപ്പൊ നമുക്കത് നടന്നു, ബൈ പിടിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങ് വരെ നടന്നു. നമ്മ അധികം ദൂരം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. ബൈക്കിൽ പോയുള്ള ശീലത്തില് അതെ, നടന്നു പോയി 10 ദൂരം ഉണ്ടായി. കിൻഡർ ഹോസ്പിറ്റൽ ഇവിടെ ആലുവയല്ലേ? ഇവിടുന്ന് അല്ല, ഇവിടെ എടപ്പള്ളിയില്. എടപ്പള്ളിന്ന് അവിടം വരെ നടന്നു. അവിടെ നിന്ന് അങ്ങേരെ നടന്നു വെളുപ്പിനെ വരെ അവിടെ പോയി ഇരുന്ന് സംസാരിച്ചു. അന്നാണോ പ്രണയം പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. ഐ ലവ് യു എപ്പോഴാ പറഞ്ഞേ? അത് പറഞ്ഞോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കണോ? മനസ്സിലായി രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നാട്ടിൽ പോവാ, ഇവിടെ ഇനി നിന്നിട്ട് വലിയ കാര്യമില്ല, ആളെന്താ പറയണെന്ന് എനിക്ക് അറിയില്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്ക് ഭയങ്കര സങ്കടമായി. പോവല്ലേ, ഇവിടെ നിക്ക്, നമുക്ക് അതൊക്കെ ശരിയാക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി. പിന്നെ സംസാരം, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കെയർ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. പിന്നെ ഞങ്ങള് ഒരുമിച്ച് എന്തായാലും നിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നതാ, പൈസ ഒക്കെ കൊടുത്തിട്ടതാ, 10-20 രൂപ കൊടുത്തിട്ടതാ. പിന്നെ ഇവളിങ്ങനെ ഇവളുടെ ഞാൻ ഒരുമിച്ച് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ ഇവളെ കൊണ്ടുപോകാൻ വെച്ചു. അപ്പൊ ഇവളുടെ SLCയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ പാസ്പോർട്ട് ഇച്ചിരി ഡിലേ ആയി. പിന്നെ എനിക്കനെ പൊതുവെ ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല. അച്ഛനമ്മയും അത് മാത്രല്ല പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് താല്പര്യമില്ല. എനിക്ക് ഡബിൾ മൈൻഡ് ആയിട്ടാ നിക്കണേ. ആ സമയത്ത് ഇവളും തിരിച്ചു പോവാന്ന് പറഞ്ഞു. ഇവളുടെ കാര്യം റെഡി ആവില്ല എന്നുള്ള ഒരു മൈൻഡ് വന്നു. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചു, അല്ലേ വേണ്ട, പൈസ അല്ല പോട്ടെ, പൈസ സ്നേഹമല്ലേ. പിന്നെ ഇവിടെ ഞങ്ങള് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഇങ്ങനെ ഫ്രണ്ട് വഴിയാണ് കണക്ട് ആയത്. അപ്പൊ ഇങ്ങനെ കുറെ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേന് എന്നെ ആളെന്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ എന്തായാലും നിന്റെ ലൈഫ് സെറ്റ് ആക്കിയിട്ടേ ഞാൻ എങ്ങോട്ടാണെങ്കിലും ഞാൻ പോവുള്ളൂ എന്ന് എന്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേഷൻ അല്ല, ഭയങ്കര എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. കാരണം എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും പറ്റിച്ചിട്ടേ ഉള്ളൂ ഇന്നേ വരെ. ഗേൾസ് ആണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കൂടെ നിൽക്കാം. എനിക്ക് ആ കൂടെ കുറച്ച് പൈസ ഒക്കെ കിട്ടുള്ളൂ, അതൊക്കെ ഇവര് വാങ്ങിയെടുത്ത് അങ്ങനെ പറ്റിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ മെയിലുമായിട്ടും കണക്ട് ഒന്നുമല്ല. ഞാൻ അങ്ങനെ ആരുമായിട്ട് അധികം സംസാരിക്കാറില്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ഞാൻ. എന്റെ ലൈഫിൽ എപ്പോ വന്നോ അത് പിന്നെ ഞാൻ ഫുള്ള് എനിക്കറിയില്ല, പിന്നെ ഞാൻ സംസാരം നിർത്തിയിട്ടേ ഇല്ല. അത് തന്നെയായിരുന്നു. കാരണം എനിക്ക് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് പോലും ഇല്ല ഞാൻ അങ്ങനെ. ഇപ്പോഴാണ് ചിരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞു നിന്റെ ലൈഫ് ഞാൻ എന്തായാലും സെറ്റ് ആക്കും, ഞാൻ പുറത്തു പോയിട്ട് നിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോകും. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ സന്തോഷം. ഇങ്ങനെ വന്നിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞല്ല. കാരണം ഇവളുടെ സിറ്റുവേഷനും വീട്ടിലെ കേസുകളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്കും എന്താ പോലെ, അപ്പൊ എനിക്ക് അവളെ സെറ്റ് ആക്കി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞപ്പം ജിഷ്ണുവിന് അപ്പൊ തന്നെ ഇഷ്ടം തോന്നിയായിരുന്നു ഉള്ളില്? ആ സമയത്ത് ഇഷ്ടമല്ല, നമുക്ക് ആളുടെ അടുത്തൊരു ഇത് വരില്ലേ, റെസ്പെക്ട് വരില്ലേ. ഇങ്ങനെ ഇരുന്നിട്ടും അവള് കഷ്ടപ്പെടുന്നുണ്ടല്ലോ വീട്ടുകാർക്ക് വേണ്ടി. ഈ ക്യാൻറ്റീനിലൊക്കെ പോയി നിന്ന് വീട്ടു ജോലിക്കൊക്കെ പോയിട്ടുണ്ട് അമ്മയുടെ ഒപ്പം. ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുവരെ നന്നായി പഠിച്ചോണ്ട് സ്കൂളിലും BBHS സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ചോണ്ട് അതുവരെ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നാട്ടിൽ വന്നപ്പം പഠിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ബുക്ക് വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, ചെരുപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ, അമ്മ പോണ വീട്ടില് എൻ്റെ അടുത്ത് ചേച്ചി വന്നു, കസിൻ ഉണ്ട്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെ നോക്കിയത് അമ്മ. അപ്പത്തേനും അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വീടുണ്ട് പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചുമ്മാ അവളുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര തോരയായി. അമ്മ ഇങ്ങനെ പോയി കഷ്ടപ്പെടുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ അമ്മേനെ ഞാൻ സഹായിക്കാറുണ്ട്, അമ്മയ്ക്ക് മീൻ വെട്ടിയൊക്കെ കൊടുക്കാറുണ്ട് ജോലിക്ക് പോണ വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അതും ഒരു വീട്ടിലെ ഒരു അമ്മച്ചിയും ഒരു അപ്പച്ചനും ഒരു കൊച്ചുമാണ്, അവരുടെ കൊച്ചുമോള്. ഇവരെ നോക്കണം. ഈ അമ്മച്ചിക്കുള്ള തേങ്ങ ചിരുമി കൊടുക്കുക, കൊച്ചിന്റെ ഡ്രസ്സ് അലക്കുക, പിന്നെ തുടച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ, മിറ്റടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പോയി. ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ 200 രൂപ, ഒരാൾക്ക് 200 രൂപ അല്ല, രണ്ടുപേർക്കും കൂടെ 200 രൂപ. 200 രൂപയേ ഉള്ളൂ ഒരു ദിവസം. ഒരു ദിവസം 200 രൂപ. അത് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ 200 രൂപ ഞങ്ങൾ രണ്ടുപേരും കൂടെ പപ്പാതി എടുക്കും, വണ്ടിക്കാശും തരും. ഞങ്ങൾ എന്നിട്ട് ആ പൈസ 100 രൂപ മാറ്റി വെച്ചിട്ട് വണ്ടിക്കാശ് വന്നിട്ട് ബാക്കി പൈസ ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് അത് സേവ് ആക്കി വെക്കും ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവക്ക് വേറൊരു വീട് ശരിയായി. ഇപ്പൊ ഇവൾ അങ്ങോട്ട് പോകും ശനിയാഴ്ച, ഞാൻ ഇങ്ങോട്ട് വരും.
അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ആ ഒരു വർക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പൈസ കിട്ടും. ഞാൻ ഇന്നേ വരെ അതിൽ പിന്നെ എൻ്റെ അമ്മേനെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. അമ്മ എനിക്ക് അത് വേണം, അമ്മ എനിക്ക് അത് വാങ്ങിത്തരും ഒന്നാരും പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ അമ്മ ഇങ്ങോട്ട് എന്നോട് പറയാറുണ്ട്, മോനെ അത് വാങ്ങിത്തരോ ഇത് വാങ്ങിത്തരോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ വീട്ടിൽ കുറച്ച് നാൾ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടി ഭയങ്കര മോശമായിരുന്നു. ആളുടെ പീരിയഡ്സിൻ്റെ ഒക്കെ പാൻറ്റീസ് നമ്മുടെ കയ്യിൽ തരുമായിരുന്നു കഴുകാൻ. പിന്നെ അവരുടെ ഇന്നറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറ്. അവർ നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന 7ാം ക്ലാസ്സിൽ അങ്ങനെ ജോലിക്ക്. അപ്പം അവിടുന്ന് പോയി. അപ്പം 10ാം ക്ലാസ്സൊക്കെ ആയ ടൈമിൽ നമ്മുടെ മെയിൻ SLCക്ക് മുന്നേ ഒരു എക്സാം ഉണ്ടല്ലോ, അത് എനിക്ക് എഴുതാൻ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേരൊക്കെ കുറേ ഗൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പഠിക്കുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ അത് വാങ്ങിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് ആ ഒരു എക്സാം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ വീട്ടു ജോലിക്ക് പോയി. എനിക്കറിയാമായിരുന്നു അന്ന് എക്സാം ആയിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിളിച്ചു, രേവതി ഇന്ന് എക്സാം എഴുതാൻ വന്നിട്ടില്ല, രേവതി എവിടാന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു, പരീക്ഷ ഉണ്ടായിട്ട് എന്താ പോവാഞ്ഞെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ ജോലിക്ക് വന്നേക്കുക, എൻ്റെ എക്സാം ഗൈഡ് ഇല്ല, അത് വാങ്ങിക്കാൻ എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചർ വരാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഞാനും കൂടെ മാത്രം ഹാളിൽ ഇരുന്നിട്ട് എക്സാം എഴുതി. എന്നിട്ട് എനിക്ക് ആ ടീച്ചർ ഗൈഡ് വാങ്ങി തന്നു. ടീച്ചർ എനിക്ക് വാങ്ങി തന്നു. പിന്നെ ആ ടീച്ചർ മഹേശ്വരി എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ എനിക്ക് വാങ്ങി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ കുറേ കടകളിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ അവധിയായല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞ് അവധിയായപ്പോഴത്തേനും കുറേ കടകളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം ഞാൻ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ആർക്കും അറിയില്ല. ഇപ്പം ഞാൻ പറയുമ്പോഴായിരിക്കും ചിലർക്കൊക്കെ അറിയുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അമ്മയ്ക്കും എൻ്റെ കുറച്ച് പേർക്കും പിന്നെ വീട്ടു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, സയന എന്നുള്ള പേര്. അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അവളെനിക്ക് കിട്ടിയത് +1 തൊട്ടാണ്, ഇപ്പോഴും കമ്പനിയാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ ശനിയും ഞായറും ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ആൺപിള്ളേരില്ലേ, ഇവന്മാരെന്നെ ഇങ്ങനെ എന്നും സ്റ്റാൻഡിൽ കാണും. ഇവന്മാർ ക്ലാസ്സിൽ പോയിട്ട് ഇവന്മാർ വീമ്പളക്കി ഞാനിങ്ങനെ വേറെ രീതിക്ക് നടന്നിട്ടാണ് സ്കൂളിലേക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നതെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി. അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ടീച്ചർമാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, രേവതി എന്താ ശനിയാഴ്ചത്തെ ക്ലാസ്സിന് എന്താ വരാത്തത്, എന്താ കാര്യം, രേവതിനെ പറ്റി ഇങ്ങനെ കുറേ റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇങ്ങനെ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് തിങ്കളാഴ്ച വരുന്നത്, പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവന്മാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചിറക്കി നടക്കുക. ഞാൻ ഭയങ്കര മോശമായിട്ട്, അവൾ അങ്ങനെയാണ്, അവൾ കുറേ ചെറുക്കന്മാരുടെ കൂടെ കണ്ടു, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും കാണും, എന്നിട്ട് ഇങ്ങനെ പോയി പറയും, അവർക്കൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ ആരോടും സംസാരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പെൺപിള്ളേരും ബാക്കി 40 ആൺപിള്ളേരും. ഇപ്പോഴും എനിക്ക് 40 ആൺപിള്ളേരുടെ പേരും എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് അങ്ങനെ അറ്റാച്ച്മെന്റ്സ് വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം അവർ പോയി കഴിയുമ്പോൾ എനിക്ക് മെൻ്റലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ അധികം ആരോടൊന്നും മിണ്ടാറില്ല. പിന്നെ ഇവളോട് മാത്രമേ കൂടുതൽ സംസാരിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ശനിയും ഞായറും ഡെയിലി ഇങ്ങനെ വർക്കിന് പോകും. പിന്നെ ചില ദിവസങ്ങളിൽ തിങ്കളും ചൊവ്വയും വേറെ വീടുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകാറുണ്ട്. അവിടെയും പോകും. അതൊക്കെ 7-8 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. ഇത് 10ഉം +1 +2 ആയപ്പോഴാണ് വേറെ വീടുകളൊക്കെ നോക്കി. +1ഉം +2 ഒക്കെ അപ്പൊ വീട്ടുപണിക്ക് പോകുമായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ ഇപ്പോഴും അവധിക്ക് പോകുമ്പോഴും ഞാൻ പോവാറുണ്ട്. ഇപ്പൊ ഇവ വഴക്ക് പറയും, ഇനി പോകണ്ടാന്ന് പറയും. നാട്ടില് പോകുമ്പോൾ ശനി ഞായറൊക്കെ ആയിട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ പറയും ശനിയാഴ്ച വീടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പോവാൻ വേണ്ടിട്ട്. അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇപ്പൊ ഉള്ള മുട്ട് പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോ ഞാൻ ക്യാൻറ്റീനിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിട്ട് പോയി അവധി കഴിഞ്ഞിട്ട്. അപ്പം കോവിഡ് വന്ന സമയത്ത് +2 കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇനി എനിക്കൊരു മാർഗ്ഗമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാബ് പഠിക്കണമെന്നായിരുന്നു, നഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു. അപ്പൊ വീട്ടില് ചേട്ടനും ഉണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഓൾറെഡി ഫിക്സ് ഒക്കെ ഉള്ളതാ, അപ്പൊ ഇപ്പൊ പഠിക്കാൻ പോകണ്ട, ഇപ്പൊ ഓൾറെഡി കോവിഡ് ഒക്കെയാണ്, അപ്പൊ പോവണ്ട, 1 വർഷം ഗ്യാപ്പ് എടുത്ത് അടുത്ത വർഷം പോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു വർഷം തന്നെ കുറേ പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീടുകളിലും പോയി കുറേ കടകളിലൊക്കെ വർക്ക് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല ഒരു എമൗണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെ കസിൻ ചേച്ചി ഉണ്ട്, ഞങ്ങൾ പണ്ട് തൊട്ടുള്ള. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും ആളെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. TMM ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ നമ്മൾ പാത്രം കഴുകണം, നമ്മൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫുഡ് സെർവ് ചെയ്യണം, റൂം സർവീസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല, ചിലവർ മാറി കുറേ സമയം എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ പാത്രം കഴുകി ഫുഡ് വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പണം, അതിന് ഓർഡർ എടുക്കണം. നമ്മൾ നോർമലി ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോൾ ആ ജോലിക്കായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വർക്ക് ചെയ്തു, അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പൈസ കിട്ടി. പിന്നെ അവിടെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. കാരണം എനിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേനും ജോലിക്ക് ചേർത്ത ആൾക്കാർ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു.
അങ്ങനെ ഞാൻ അവിടെ അപ്പൊ അവിടുത്തെ ഓണർക്ക് എന്നെ മനസ്സിലായിട്ട് ആളെനിക്ക് കോഴഞ്ചേരി മുത്തൂറ്റിൽ റെഡിയാക്കി തന്നു. അങ്ങനെ അവിടെ പോയി അവിടെ ഇതുപോലെ സെയിം ജോലി തന്നെ, കോഫി ഷോപ്പിലായിരുന്നു. വലിയ പണി ഉണ്ടായില്ല. ക്യാൻറ്റീനിലാകുമ്പോൾ അത്യാവശ്യം നല്ലോണം പണിയുണ്ട്, പാത്രമൊക്കെ കഴുകണമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫോണൊന്നും എനിക്ക് ആ ഒരു ടൈമിൽ അധികം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് +2 ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഫോണൊന്നും വേണമെന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഫോണിൽ അഡിക്റ്റ് ആയി പോവില്ല നമ്മൾ. അതുകൊണ്ട് എനിക്കത് വേണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുത്തൂറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഫോൺ വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് വർക്ക് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കമ്പനി ആവുന്നത്. ഫ്രണ്ട് വഴി ഇങ്ങനെ കണക്ട് ആയിട്ട് അങ്ങനെ ആയത്. എന്നിട്ട് പിന്നെ ഇവിടെ കിൻഡറിൽ വന്നപ്പോൾ ഭയങ്കര പണിയായിരുന്നു. നന്നായിട്ട് പണിയെടുക്കണം, കാരണം അവിടെ ആൾക്കാർ അധികം നിൽക്കില്ല, ഭയങ്കര പ്രഷറായിരുന്നു. അപ്പൊ ഞാന് ലിഫ്റ്റിലൊന്നും കാരണം സമയം നമ്മൾ കുറച്ച് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് പറയും നമ്മൾ ഉടായിപ്പെടുത്ത് മാറി നിൽക്കുക, ഫോൺ കളിച്ചിക്കാന്നൊക്കെ പറയും. ഞാൻ അത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലിഫ്റ്റിൽ പോവാണ്ട് സ്റ്റെപ്പിൽ മേളിലോട്ട് കയറി ഓടി ഫുഡൊക്കെ കൊണ്ടുപോയി അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ഈ കാലിന് ഭയങ്കര പ്രശ്നമായി. കാല് ഇപ്പൊ വേദനയാണോ? എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ ഒരു വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേദന വരാം. ആണോ? ഉറങ്ങാൻ പറ്റാണ്ട് ഇത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. മുട്ട് തേയ്മാനൊക്കെ പൊതുവെ പറയും തടിച്ച ആൾക്കാർക്ക് വരിക എന്ന് പറയും. എന്നുവെച്ചാൽ വെയിറ്റ് മൊത്തം താങ്ങി അങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഫുഡ് കൊടുക്കുമ്പോൾ സ്റ്റെപ്പ് കയറിയ കൂടുതലും കൊടുക്കുന്നത്, കാരണം ലിഫ്റ്റ് താഴ്ത്തൊന്നും മേലെ ടൈം ആവും. ഇവർക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ വൈകി കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻ കഴിക്കണ്ടാണല്ലോ. അപ്പൊ അവരെ ചീത്ത കേൾക്കും എല്ലാരും. ഫുഡൊക്കെ എടുത്ത് മോന്തക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് പേഷ്യൻസോ. അവിടെ വരുന്നവര് ഭയങ്കര അത്യാവശ്യം കാശുള്ള ആൾക്കാരാണ്. ചിലരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടിപ്പ് തരും. എന്നിട്ട് എനിക്ക് വേറെ ജോലിയൊക്കെ റെഫർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഒരു വട്ടം ഫുഡ് ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോഴത്തേനും നന്നായിട്ട് കാശുള്ള VIP റൂമിലാണ് പോയത്. അപ്പൊ ഞാൻ ചൂട് ഓട്സ് നന്നായിട്ട് ചൂടായിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഇവരപ്പ കൊടുത്തില്ല എന്ന് തോന്നുന്നു, നേഴ്സുമാർ കൊടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് തണുത്തുപോയി. അപ്പൊ എന്നെ വിളിച്ചിട്ട് റൂമിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും കതവ് തുറന്നവര് ഇവരൊറ്റ ഒഴിയാ, ഇത് നക്കി നോക്ക് ഇതിന് ചൂടുണ്ടോന്ന്. അത് ജസ്റ്റ് എന്റെ അപ്പൊ തന്നെ എനിക്ക് എന്തോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തുറന്നപ്പോ തന്നെ ആളെന്റെ മുഖത്തേക്ക് കഴിച്ചിട്ട് പറഞ്ഞു നക്കി നോക്ക് ഇതിന് ചൂടുണ്ടോന്ന്. ചൂടുള്ള ഫുഡല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ, മാസം പൈസ എണ്ണി തരുന്ന എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായി. അത് പേഷ്യന്റിന്റെ കൂടെ ഉള്ളവരാണോ? ബൈസ്റ്റാൻഡർ ആണോ? എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. പിന്നെ ഞാൻ ഇപ്പൊ വേറെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി ഫ്രഷ് ആയി വന്നിട്ട് കൊണ്ടു കൊടുത്തു. മനസാക്ഷി ഇല്ലല്ലേ ചില ആൾക്കാർക്ക്. അത് നമ്മുടെ സിറ്റുവേഷൻ അതാണല്ലോ. എനിക്കപ്പോ ഒന്നും പറയാനൊന്നും തോന്നില്ല. എനിക്ക് എങ്ങനെയാലും ഒന്ന് പൈസ കുറച്ച് കിട്ടി എങ്ങനെയാലും എന്റെ കാര്യം ഒന്ന് സൈഡ് ആക്കിയാൽ മതി എന്നുള്ള ഇതായി. കാരണം എനിക്ക് വേണ്ടി അമ്മ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിനെ അത് ബാധിക്കും. പിന്നെ എനിക്ക് വേറെ ജോലി ഇല്ലാണ്ടാവും. അല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ രേവതിയുടെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണെന്നൊന്നും നമ്മള് ഒരിക്കലും തോന്നില്ല വീഡിയോയിലൊക്കെ കാണുമ്പോഴേ. നമ്മള് മാക്സിമം ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്, നമ്മളത് ഒഴിവാക്കി വിടും. കാരണം സംഭവം ഇപ്പൊ നമ്മ ചെയ്യണതിന്റെ ഇതാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവളെ ഹാപ്പി ആക്കിയാൽ മതി, എനിക്ക് അതിന് എന്തും ചെയ്യണോണ്ട് എനിക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ അത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. എന്നെ അറിയുന്നവര് വരെ എന്റെ അടുത്ത് പറയും. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ല, ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് റിലേഷൻഷിപ്പ് ആയിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ട ടൈമിൽ പറയണ്ടേ എനിക്ക് ആളെ പറ്റി അറിയില്ല, അവൾ അങ്ങനെ നടന്ന ആളാ, അവള് ഇങ്ങനെ നടന്ന ആളാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവ നല്ല പറയാം, അവളെ ഇങ്ങനെ നടന്ന ആളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒന്നും പറഞ്ഞിട്ടല്ല എനിക്ക് അവളെ മനസ്സിലാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അങ്ങനെ പറയുമ്പം ജിഷ്ണു എന്താ മറുപടി കൊടുത്തില്ല? കാരണം ഇത്രയും കഷ്ടപ്പെട്ടിപ്പം നേരത്തെ പറഞ്ഞല്ലോ ശനിയും ഞായറൊക്കെ പോകുന്ന സമയത്ത് ക്ലാസ്സിലെ ആൺകുട്ടികൾ തന്നെ പറയും വേറെ എവിടെയൊക്കെയോ പോയിട്ട് വരുന്നത്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കാൻ പോലും ആൾക്കാർ സമ്മതിക്കുന്നില്ല ഈ ഒരു കാലത്ത്. അപ്പൊ എന്താ മറുപടി കൊടുക്കുക അങ്ങനെയുള്ളവർക്ക്?